കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കേരള യാത്രയുടെ രണ്ടാം ദിവസമായ ഇന്ന് കാന്തപുരം AP ഉസ്താദ് നയിക്കുന്ന യാത്രാപ്രയാണം ആരംഭിച്ചത് കാസർഗോഡ് നിന്ന് കേരളത്തിലെ ചരിത്രങ്ങളുറങ്ങുന്ന മണ്ണിലൂടെ കണ്ണൂരിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാ കേരള യാത്രയുടെ ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ആവേശകരമായ കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സെന്റിനറി ഗാർഡ് അംഗങ്ങൾ 313 യാത്രയുടെ ആദ്യഘട്ടത്തിൽ അണിനിരന്നിരിക്കുന്നു. അതിന് പിന്നാലെ തൊട്ടു പിന്നാലെ സംഘടനയുടെ പ്രധാന നേതാക്കൾ അതിനു പിന്നാലെ വാഹന ജാഥയുമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആനന്ദകരമായ നിമിഷം തന്നെയാണ് സുൽത്താനുൽ ഉലമ കണ്ണൂരിന്റെ മണ്ണിലേക്ക് ഒരിക്കൽ കൂടി കേരള യാത്രയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കേരള യാത്രയുടെ രണ്ടാം ദിവസമായ ഇന്ന് കാന്തപുരം AP ഉസ്താദ് നയിക്കുന്ന യാത്രാപ്രയാണം ആരംഭിച്ചത് കാസർഗോഡ് നിന്ന് കേരളത്തിലെ ചരിത്രങ്ങളുറങ്ങുന്ന മണ്ണിലൂടെ കണ്ണൂരിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാ കേരള യാത്രയുടെ ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ആവേശകരമായ കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സെന്റിനറി ഗാർഡ് അംഗങ്ങൾ 313 യാത്രയുടെ ആദ്യഘട്ടത്തിൽ അണിനിരന്നിരിക്കുന്നു. അതിന് പിന്നാലെ തൊട്ടു പിന്നാലെ സംഘടനയുടെ പ്രധാന നേതാക്കൾ അതിനു പിന്നാലെ വാഹന ജാഥയുമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആനന്ദകരമായ നിമിഷം തന്നെയാണ് സുൽത്താനുൽ ഉലമ കണ്ണൂരിന്റെ മണ്ണിലേക്ക് ഒരിക്കൽ കൂടി കേരള യാത്രയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സിന്ദാബാദ് സിന്ദാബാദ് കേരള യാത്ര സിന്ദാബാദ്. മനുഷ്യർക്കൊപ്പം പ്രഭാഷണങ്ങൾ ആംഗ്യഭാഷയിലും ശബ്ദമുഖരിതമായ സമ്മേളനാന്തരീക്ഷങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നവരുടെ ശബ്ദമായി മാറുകയാണ് കേരള യാത്രയിലെ ആംഗ്യഭാഷ. ട്രാൻസ്മിഷൻ കേൾവി പരിമിതിയുള്ള ശ്രോതാക്കളെ കൂടി സദസ്സിന്റെ ഭാഗമാക്കുന്ന നിറമുള്ള ഈ കാഴ്ചകൾ യാത്രയുടെ പ്രമേയം കൂടി അനർത്ഥമാക്കുന്നുണ്ട്. നീലഗിരി ജില്ലയിലെ അബ്ദുൽ ഗഫൂർ സഖാഫിയാണ് ആംഗ്യഭാഷയിൽ പരിമിതിയുള്ള മനുഷ്യരുടെ ശബ്ദമായി മാറിയത്. സമൂഹത്തിലെ എല്ലാ വിഭാഗം മനുഷ്യരുടെയും ചേർത്ത് നിർത്തുകയും പരിഗണിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഒരുക്കിയ ആംഗ്യഭാഷ ട്രാൻസ്മിഷൻ കേരള യാത്രയുടെ വേറിട്ട കാഴ്ച തന്നെയാണ്. കേൾവി പരിധിയുള്ള മനുഷ്യരെ മാറ്റി നിർത്തപ്പെടുന്ന കാലത്ത് അവരുടെ ആംഗ്യങ്ങൾ ആവശ്യങ്ങൾ കേരള യാത്രയിലൂടെ അംഗീകരിക്കപ്പെട്ട ആനന്ദത്തിലാണ് ശ്രോതാക്കൾ. जिंदाबाद